കോട്ടയത്ത് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കാൻ തെരഞ്ഞെടുത്തത്. ADGP MR അജിത് കുമാറിനെ വേദിയിലിരുത്തി പോലീസുകാർക്ക് മുന്നിൽ മുഖ്യമന്ത്രി തീരുമാനമറിയിച്ചു. സദസ്സിൽ നിറഞ്ഞ കരഘോഷം. സേനയിലെ ഏറ്റവും വിശ്വസ്തനെ മുഖ്യമന്ത്രി കൈവിട്ടു. ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, സ്വർണ്ണ പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത്, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുക. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തും. അങ്ങനെ കേരള പോലീസിന്റെ തലപ്പത്തെ സർവാധികാരി കിരീടവും സിംഹാസനവും ഒഴിഞ്ഞ് പുറത്തേക്കിറങ്ങുകയാണ്. ഫയർഫോഴ്സ് മേധാവി K പത്മകുമാറോ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയോ ആണ് അജിത് കുമാറിനെതിരായ അന്വേഷണത്തിനായി നിയോഗിക്കപ്പെടുക. അജിത് കുമാർ സ്ഥാനമൊഴിയുമ്പോൾ ക്രമസമാധാന ചുമതലയിലേക്ക് 3 പേരുകളാണ് പരിഗണനയിൽ. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനാണ് പ്രഥമ പരിഗണന. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ഇതിനൊപ്പം പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനമായി. PV അൻവർ MLA-യുമായുള്ള ഫോൺ സംഭാഷണമാണ് SP-ക്ക് കുരുക്കായത്. SP-യുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടായെന്ന DIG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.